നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശിച്ചു. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കൊളുക്കുമലയിൽ നിന്ന് 700 അടി താഴ്ചയിലേക്ക് ചാടി ചെന്നൈ സ്വദേശിയായ യുവാവ് ജീവനൊടുക്കി. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്നാറിൽ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം പുതിയ പാലം നിർമ്മാണം പൂർത്തിയായി. ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കും. ജൂൺ 13, 14, 15 തീയതികളിൽ അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ ഇടുക്കി ജില്ലയുടെ സവിശേഷ പ്രകൃതി ദുരന്തമാണ്. ഇതൊഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണം. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. പോലീസിന് ഡ്രോണുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മഴക്കാല രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രികളിൽ ഉറപ്പാക്കാൻ മന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. വൾണറബിൾ ഏരിയാസ് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എല്ലാ താലൂക്കുകളിലും. അതനുസരിച്ച് അവിടെയുള്ള മാറ്റിപ്പാർപ്പിക്കേണ്ട ഇങ്ങനൊരു അപകടകരമായ സാഹചര്യം വന്നാൽ ഒരു അപകടം ഉണ്ടാവാവുന്ന സ്ഥലം കണക്കാക്കി അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് എടുക്കുകയും അതനുസരിച്ച് ക്യാമ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുവാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റിപ്പാർപ്പിക്കും. അതിനകത്ത് 2 ക്യാമ്പുകൾ കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തിയാവും. പിന്നെ ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ, JCB അടക്കമുള്ള എല്ലാ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ് ഫയർഫോഴ്സും പോലീസും റവന്യൂവും കേന്ദ്രീകൃതമായി അത് നൽകിയിട്ടുണ്ട്. പോലീസ് ആവശ്യപ്പെട്ടത് അവർക്ക് ഡ്രോൺ സേവനത്തിൻ്റെ ഒരു ആവശ്യകത ഇന്നത്തെ മീറ്റിങ്ങിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. കാരണം ഡ്രോൺ സൗകര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി ഏതെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഡ്രോണിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ച് വിവിധ ഇഷ്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതുവഴി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒപ്പം തന്നെ മരുന്നുകളുടെ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിലയിരുത്തൽ നടത്തി ഓരോ ആശുപത്രികൾ അങ്ങനെയുള്ള എല്ലാ കേന്ദ്രീകൃതമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഒരു മാറ്റം പോലും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയുള്ളൂ. ജില്ലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ അറിയിച്ചു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർക്കാനുള്ള ക്യാമ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 34 പേരടങ്ങുന്ന NDRFന്റെ ഒരു യൂണിറ്റ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ പരിശോധിച്ച് ഫിറ്റ്നസ് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. CBSE സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിച്ച് ഉറപ്പാക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഡാമുകളിലെ ജലനിരപ്പ് സുരക്ഷിതമായ നിലയിലാണെന്ന് അധികൃതർ യോഗത്തിൽ അറിയിച്ചു. വനഭൂമിയിൽ നിന്ന് റോഡുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനം വകുപ്പ് മുൻകൈയെടുക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് യോഗത്തിൽ പറഞ്ഞു. അനധികൃത നിർമ്മാണങ്ങളും സാഹസിക ടൂറിസം സംരംഭങ്ങളും ജില്ലയിൽ കൂടിവരുന്ന സാഹചര്യമുണ്ടെന്ന് റോയ് കെ പൗലോസ് MLA യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. വാർഡ് തലത്തിൽ ഇത്തരം സാഹസിക ടൂറിസം സംരംഭങ്ങളുടെ കണക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇതിന്റെ സുരക്ഷ പരിശോധിക്കാൻ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ജൂൺ 15 ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ലഭ്യമാകും. സുരക്ഷിതമല്ലാത്തവ ഉടൻ നിർത്തിവയ്ക്കാൻ നോട്ടീസ് നൽകും. ഉപയോഗശൂന്യമായ പാറമടകൾ മൂടുകയോ വേലികെട്ടി സംരക്ഷിക്കുകയോ വേണമെന്ന് സേനാപതി വേണു MLA ആവശ്യപ്പെട്ടു. പതിവായി അപകടമുണ്ടാകുന്ന തൂവൽ വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങൾ സഞ്ചാരികളും കുട്ടികളും ഇറങ്ങാത്ത വിധത്തിൽ വേലികെട്ടി സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സിറിയക് തോമസ് MLA, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KM, ദേവികുളം സബ് കളക്ടർ VM ആര്യ, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്,
ADM S. ശ്രീജിത്ത്, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കൊളുക്കുമലയിൽ നിന്ന് 700 അടി താഴ്ചയിലേക്ക് ചാടി ചെന്നൈ സ്വദേശിയായ യുവാവ് ജീവനൊടുക്കി. ചെന്നൈ അഭിരാമപുരം സ്വദേശി N. ദ്രാവിനേഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. 15-അംഗ വിനോദസഞ്ചാര സംഘത്തോടൊപ്പമാണ് ദ്രാവിനേഷ് മൂന്നാറിലെത്തിയത്. ഇയാൾ പ്രണയനൈരാശ്യത്തെക്കുറിച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നതായാണ് വിവരം. സുഹൃത്തുക്കൾ നോക്കി നിൽക്കെ അപ്രതീക്ഷിതമായി കൊക്കയിലേക്ക് ചാടുകയായിരുന്നു. അപകടവിവരം ലഭിച്ചതിനെ തുടർന്ന് മൂന്നാർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. കുത്തനെയുള്ള ഇറക്കവും അതീവ അപകടഭീഷണിയുള്ള താഴ്ചയും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേനാംഗങ്ങൾ വടം കെട്ടി താഴേക്കിറങ്ങി 700 അടി താഴെയായിരുന്ന മൃതദേഹം മുകളിലെത്തിച്ചു. ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്നാറിൽ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം പുതിയ പാലം നിർമ്മാണം പൂർത്തിയായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാമസ്വാമി അയ്യർ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപത്ത് മുതിരപ്പുഴയാറിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൂന്നാറിൽ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം പുതിയ പാലം നിർമ്മാണം പൂർത്തിയായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാമസ്വാമി അയ്യർ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപത്ത് മുതിരപ്പുഴയാറിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. 5 കോടി രൂപയാണ് നിർമ്മാണത്തിനായി വകയിരുത്തിയത്. എന്നാൽ നിർമ്മാണം ആരംഭിച്ചതോടെ കൂടുതൽ തുക ആവശ്യമായി വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻ MLA അഡ്വക്കേറ്റ് A. രാജയുടെ ഇടപെടലിനെ തുടർന്ന് 6.80 കോടി രൂപയായി തുക വർദ്ധിപ്പിച്ചു. ഇതിനുശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കി. വിനോദസഞ്ചാര കേന്ദ്രമായ പോതമേട് വ്യൂ പോയിന്റിലേക്ക് ഹെഡ്വർക്സ് ഡാമിന് മുകളിലൂടെ വേണം പോകാൻ. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ കടന്നുപോകാനാകൂ. പുതിയ പാലം തുറന്നുകൊടുക്കുന്നതോടെ ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് കുരുക്കിൽപ്പെടാതെ ഹൈറേഞ്ച് ക്ലബ്ബ് വഴി മൂന്നാർ ടൗണിലേക്കും ദേവികുളം, ലാക്കാട് ഗ്യാപ്പ് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പോകാനാകും. നിർമ്മാണം പൂർത്തിയായ പാലം ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കും. ജൂൺ 13, 14, 15 തീയതികളിൽ അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അറിയിച്ചു. യൂണിറ്റ്, മേഖല, ബ്ലോക്ക് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ സംഘടിപ്പിക്കുന്നത്. ജൂൺ 13, 14, 15 തീയതികളിൽ അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി തേജസ് K. ജോസ് അറിയിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം ഇടുക്കി ജില്ലാ സമ്മേളനം ജൂൺ മാസം 13, 14, 15 തീയതികളിൽ അടിമാലി വെച്ച് നടക്കുകയാണ്. എൻ്റെ എല്ലാ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 5000-ഓളം യുവാക്കൾ അണിനിരക്കുന്ന പൊതുപ്രകടനം 265 പേരടങ്ങുന്ന പ്രതിനിധി സമ്മേളനമാണ് അടിമാലി വെച്ച് നടക്കുന്നത്. 32 വർഷങ്ങൾക്ക് ശേഷമാണ് അടിമാലി ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ടുള്ള എല്ലാ മേഖലാ കമ്മിറ്റികളും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റനുബന്ധ പരിപാടികളും ഏറ്റെടുത്തിരിക്കുകയാണ്. ജില്ലാ സമ്മേളനത്തിൽ 5000-ഓളം യുവജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സമ്മാന കൂപ്പണുകളും വിതരണം ചെയ്തു തുടങ്ങി. 4,70,50,000 രൂപയുടെ സമ്മാനങ്ങളാണ് കൂപ്പണുകൾ വഴി വിതരണം ചെയ്യുന്നത്. സമ്മേളനത്തിന്റെ വിജയത്തിനായി എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരുടെ സഹകരണമുണ്ടാകുമെന്നറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ജാഥകൾ, പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, പൂർവ്വകാല നേതൃസംഗമം എന്നിവ നടക്കും. സിറ്റി വിഷൻ, അടിമാലി. തമിഴ്നാട് കമ്പത്ത് മുന്തിരിത്തോട്ടത്തിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മാതൃക സഞ്ചാരികളെ ആകർഷിക്കുന്നു. മുല്ലപ്പെരിയാറിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ലക്ഷ്യത്തോടെയാണ് അണക്കെട്ടും അനുബന്ധ സംവിധാനങ്ങളും ഇവിടെ പുനർസൃഷ്ടിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിനു മുമ്പ് ജലസേചന സൗകര്യമില്ലാതെ വരണ്ടു കിടന്ന തമിഴ്നാട് ഗ്രാമങ്ങൾ, ഇവരുടെ ജീവിതം എന്നിവയെല്ലാമാണ് കവാടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഉള്ളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നി ക്വിക്കിന്റെ കൂറ്റൻ പ്രതിമ, പിന്നിൽ അണക്കെട്ട്, മറുവശത്ത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ, ഒപ്പം
അണക്കെട്ടിന്റെ നിർമ്മാണ കാലത്തെ അപൂർവ ചിത്രങ്ങൾ. മുല്ലപ്പെരിയാറിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണിവിടെ. മുല്ലപ്പെരിയാർ ഡാമിന്റെ അതേ ഒരു കൺസെപ്റ്റാണ് ഇത് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പെൻസ്റ്റോക്ക് പൈപ്പ് വെള്ളം കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സൃഷ്ടാവായ പെന്നിക്കുക്ക്, അതുപോലെ തന്നെ கৃஷி, அதெல்லாம் நம்ம ഇവിടെ உட்கொள்ளிச்சிருக்கோம். இது இன்னொன்று பார்த்தீங்கன்னா, இங்கே வரக்கூடியவங்க டெய்லி பார்த்தீங்கன்னா மினிமம் ஒரு 3000 விசிட்டர்ஸ் வராங்க. அவங்களுக்கு ஒரு மோர் இன்ஃபர்மேஷன் இந்த டேமை பற்றி, இந்த தண்ணியை பற்றி என்னென்ன பண்ணியிருக்காங்கன்றத இன்ஃபர்மேஷன் கொடுக்கணும், ஒரு நாலேஜபிளாக இருக்கணுன்றதான் மெயினாக எங்களுடைய நோக்கமே. உள்ளே வரும்போதெல்லாம் பார்த்தீங்கன்னா தே வேர் வெரி சாட்டிஸ்ஃபைடு ஃபார் திஸ் ப்ராஜெக்ட். ரொம்ப எங்களுக்கு சந்தோஷமாக இருக்குது. മുല്ലപ്പെരിയാർ വെള്ളം എത്തിയതോടെ പച്ച പണിഞ്ഞ തമിഴ്നാടൻ കൃഷിയിടങ്ങൾ, വിവിധ കൃഷികൾ. അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടും ഇതോടനുബന്ധിച്ചുള്ള മറ്റു കാഴ്ചകളും സഞ്ചാരികൾക്കും ഗവേഷകർക്കുമായി കമ്പത്ത് തയ്യാറായി കഴിഞ്ഞു. സിറ്റി വിഷൻ, തേനി. ഗംഗയുടെ സ്വപ്നങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കൈത്താങ്ങ്. മൂലമറ്റത്ത് നടന്ന ചടങ്ങിൽ വെച്ച് ജീവിതം കരിപ്പിടിപ്പിക്കാൻ ഒരു ഓട്ടോറിക്ഷ വേണമെന്ന ആഗ്രഹവുമായാണ് ബൈസൺവാലി മുട്ടുകാട് അമ്പാട്ട് ഗംഗ ഋഷികേശ് എത്തിയത്. അന്ന് നൽകിയ വാക്ക് കേന്ദ്രമന്ത്രി പാലിച്ചിരിക്കുന്നു. ഇനിയുള്ള ദൂരം ഗംഗയ്ക്ക് ആത്മവിശ്വാസത്തോടെ ഓടിക്കാൻ ജീവിതത്തിന്റെ ട്രാക്കിൽ സധൈര്യം പകർന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഗംഗയ്ക്ക് നൽകിയ ഓട്ടോറിക്ഷയുടെ താക്കോൽദാനം BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരിയും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യയും ചേർന്ന് നിർവഹിച്ചു. കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് എന്നും മാതൃകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെന്ന് N. ഹരി പറഞ്ഞു. അവർ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപജീവനം, ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനത് ആലോചിക്കട്ടെ. കാരണം ചികിത്സാ സഹായമാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം നമുക്കറിയാം നൽകിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് എന്നെ അറിയിച്ചു, അവർക്ക് വേണ്ട സഹായം നമുക്ക് ചെയ്യാം എന്നുള്ള നിലയിൽ അറിയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ കമ്പനിയിലേക്ക് ആ പൈസ 1,00,000 രൂപ എന്നുള്ളത് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അവരെ അറിയിച്ചു. ആ പൈസ അയച്ചു കൊടുത്തു. അവർക്ക് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കടന്നു പോകുവാനുള്ള ഒരു വലിയ സഹായമാണ് അദ്ദേഹം ചെയ്തത്. ഇതുപോലെ 100 കണക്കിന് ആളുകൾക്കാണ് അദ്ദേഹം, നമുക്കെല്ലാവർക്കും അറിയാം. അതിനകത്ത് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് സമൂഹത്തിൽ നിന്നുമല്ല, അദ്ദേഹം പ്രയത്നിക്കുന്ന, അദ്ദേഹം സിനിമയ്ക്ക് അല്ലെങ്കിൽ സ്വയമായി വിയർത്ത് പണിയെടുക്കുന്ന പൈസയിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹം ഇതുപോലെ കൊടുക്കുന്നത്. 130ഓളം കിലോമീറ്റർ ഇരുചക്ര വാഹനത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചാണ് മൂലമറ്റത്ത് കലുങ്ക് സൗഹൃദ സംഗമവേദിയിൽ അന്ന് ഗംഗ എത്തിച്ചേർന്നത്. മുട്ടുകാട് മേഖലയിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് ഗംഗ കേന്ദ്രമന്ത്രിയെ അന്ന് ഗംഗ ധരിപ്പിച്ചിരുന്നു. ഓട്ടോറിക്ഷ കൈമാറുന്നതിനു മുമ്പ് കേന്ദ്രമന്ത്രിയുമായി N. ഹരിയുടെ ഫോണിലൂടെ വീഡിയോ കോൾ ചെയ്ത് ഗംഗ നന്ദി അറിയിച്ചു. സിറ്റി വിഷൻ, ബൈസൺവാലി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health.
സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പ്രവേശനോത്സവം കഴിഞ്ഞപ്പോൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാലയം എന്ന ഖ്യാതി നിലനിർത്തി കല്ലാർ സ്കൂൾ. പുതിയ അഡ്മിഷൻ ഉൾപ്പെടെ ഇതുവരെയും 2000-ലധികം വിദ്യാർത്ഥികളാണ് സ്കൂളിലുള്ളത്. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത. ഒരു സമയത്ത് 3000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാലയമാണ് കല്ലാർ സ്കൂൾ. ഭൗതിക സാഹചര്യങ്ങളും പഠന നിലവാരവും ഉയർത്തിയതോടുകൂടി ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന കാഴ്ചയാണ് സ്കൂളിലുള്ളത്. SSLCയിലും +2വിലുമായി ഓരോ വർഷവും ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്നത് 300 മുതൽ 600 വരെ വിദ്യാർത്ഥികളാണ്. എന്നാൽ അടുത്ത അധ്യയന വർഷമാകുമ്പോൾ ഇത്രയും തന്നെ കുട്ടികൾ പുതുതായി സ്കൂളിലേക്ക് ചേരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സ്കൂളിന്റെ നിലവാരമാണ് ഇതിന് കാരണമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇവിടുത്തെ മികച്ച അടിസ്ഥാന സൗകര്യം, ഹൈടെക് ക്ലാസ് മുറികൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്ന വലിയ സ്കൂൾ ഗ്രൗണ്ട്, അതോടൊപ്പം തന്നെ വാഹന സൗകര്യമടക്കം ഈ സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂള് നമ്മുടെ നാടിന്, ഹൈ റേഞ്ചിന്, പട്ടം കോളനിക്ക് അഭിമാനമായി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നായി തലയുറപ്പോടുകൂടി മുന്നോട്ട് പോവുകയാണ്. എന്താണെങ്കിലും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിദ്യാലയം നാടിന് അഭിമാനമായി നിലകൊള്ളുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പുതിയ ടോയ്ലറ്റ് സമുച്ചയം, ബോധവൽക്കരണ ക്ലാസുകൾ, ഗാന്ധി പ്രതിമ അനാച്ഛാദനം. വാഴത്തോപ്പ് സെന്റ് ജോർജ് സ്കൂളിൽ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ജോളി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ വിൻസെന്റ്, സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ്, ഹെഡ്മിസ്ട്രസ് അർച്ചന തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഇടുക്കി പോലീസ് സ്റ്റേഷൻ SHO ഫൈസൽ PA വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സൈബർ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ സാജു കുര്യൻ സൈബർ സുരക്ഷയും ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസിനും നേതൃത്വം നൽകി. പ്രവേശോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെയും വാഷ് ഏരിയയുടെയും ഉദ്ഘാടനവും നടന്നു. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശുചിത്വ മിഷന്റെ 15 ലക്ഷം രൂപയുടെ ധനസഹായത്തോടെയാണ് ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിച്ചത്. ഭക്ഷണശേഷം വിദ്യാർത്ഥികൾക്ക് കൈകഴുകുന്നതിനായി പ്രത്യേക വാഷ് ഏരിയയും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം സ്കൂളിലെ കലാ അധ്യാപകനായ സോജൻ ജോസഫ് നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു നിള നിർവഹിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. മുതിർന്ന വിദ്യാർത്ഥികൾ ഹർഷാരവത്തോടെയാണ് പുതിയ കൂട്ടുകാരെ എതിരേറ്റത്. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കാക്കല്ലിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രവേശനോത്സവ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി പുത്തൂർ നിർവഹിച്ചു. അക്ഷരമധുരം നുകരാൻ 1ാം ക്ലാസ്സിലേക്ക് എത്തിയ കൂട്ടുകാർക്കും മറ്റ് ക്ലാസുകളിലേക്ക് ഇത്തവണ പുതുതായി അഡ്മിഷൻ എടുത്തവർക്കും സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. യോഗത്തിൽ ഹെഡ്മിസ്റ്റർ C അനിത SH, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി മരുതോലിൽ, മിനിമോൾ തോമസ്, PTA MBTA ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തോപ്രാംകുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ഇടവച്ചോതി മഹോത്സവം സമാപിച്ചു. ആശ്രമം തന്ത്രി നിമേഷ് പള്ളത്തലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രപൂജ ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി പെരുന്തൊട്ടി ശക്തിപുരം ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ഇടവച്ചോതി മഹോത്സവവും പ്രതിഷ്ഠാവാർഷികവും ധർമാനുഷ്ഠാന യജ്ഞവും സമാപിച്ചു. സമാപന ദിവസം വൈകുന്നേരം 108 കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും വസ്ത്രദാനവും, പാലം ബ്രദേഴ്സ് അവതരിപ്പിച്ച ഭജനയും,
കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നടന്നു വരികയാണ്. ഈ ചടങ്ങുകൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ചടങ്ങുകൾക്ക് നിമേഷ് പള്ളത്ത് ക്ഷേത്രത്തിൻ്റെ തന്ത്രി, അതോടൊപ്പം തന്നെ കൃപാനന്ദഗിരി സ്വാമികൾ എന്നിവരുടെ മുഖ്യകാർമ്മികത്തിൽ നടന്ന ചടങ്ങുകൾ ഇന്നിവിടെ പൂർത്തിയാകുമ്പോൾ ക്ഷേത്രത്തിൽ കൂടുതൽ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ വന്ന് അവരുടെ ശാന്തിയും സമാധാനവും അവർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടുന്ന ധർമാനുഷ്ഠാന സത്രത്തിലും പങ്കെടുത്ത് ഇന്ന് മടങ്ങുമ്പോൾ ഇവിടെ 108 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നമ്മൾ വിതരണം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിക്കുക. ആർഷവിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ, കൃപാനന്ദ സരസ്വതി സ്വാമികൾ, വിശ്വാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശിച്ചു. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കൊളുക്കുമലയിൽ നിന്ന് 700 അടി താഴ്ചയിലേക്ക് ചാടി ചെന്നൈ സ്വദേശിയായ യുവാവ് ജീവനൊടുക്കി. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്നാറിൽ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം പുതിയ പാല നിർമ്മാണം പൂർത്തിയായി. ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കും. ജൂൺ 13, 14, 15 തീയതികളിൽ അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.